ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം. പൊടി പിള്ളേരെ പോലെ ദേഷ്യം വന്ന് ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്നതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് അത്യാവശ്യം വയസ്സൊക്കെ ആയി പണിയും പ്രാരാബ്ദമൊക്കെ ആണെങ്കിൽ ഈ ആൾക്കാരെ കാണുമ്പോൾ മുഖമടിച്ച് പൊളിക്കാൻ തോന്നുന്നതും എല്ലായിടത്തും പെട്രോൾ ഒഴിച്ച് തീയിടാൻ തോന്നുന്നതൊക്കെ നിർത്താൻ സമയമായി. നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ചെറിയ പിള്ളേർക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ വലുതായി, നമുക്കിനി വേറെ സീൻ പിടിക്കാം, നമുക്കിത്തിരി സ്മാർട്ടാവാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മണ്ടൻ ബോസിന് മനസ്സിലാവും, ഇത് നിങ്ങളുടെ ചെറിയ മാനേജറിനും, പിന്നെയാണ് നിങ്ങൾക്ക്. അപ്പോൾ തുടങ്ങാം. എംബ്രേസ് യുവർ ഇന്നർ റോബോട്ട്. ഇനി തൊട്ട് നിങ്ങളൊരു മനുഷ്യനല്ല, റോബോട്ടാണ്. നിർവികാരതയുള്ള ഒരു മനുഷ്യ റോബോട്ട്. ഇന്ന് രാവിലെ നിങ്ങൾ റോട്ടിൽ നിങ്ങളുടെ കാറിന് ഒതുക്കി പിടിച്ചപ്പോൾ വേറൊരുത്തൻ ആ വഴി കയറിപ്പോയോ? നിങ്ങളുടെ മനസ്സിലപ്പോൾ ഞാനെന്താ പൊട്ടനാ എന്ന ഡയലോഗ് പ്ലേ ആയോ? അവനോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല, അവനെ വെറുതെ വിടണം. കണ്ണുകൊണ്ട് നോക്കി അവനെ അല്ലെങ്കിൽ അവളെ ദഹിപ്പിച്ച് കളയാൻ നിങ്ങളെക്കൊണ്ട് പറ്റും, എനിക്കറിയാം. പക്ഷെ വിട്ട് കളയണം. നിങ്ങളുടെ എനർജി അവനിൽ വേസ്റ്റാക്കാനുള്ളതല്ല എന്നുകൊണ്ട് മാത്രം. അവൻ്റെ ആർക്കോ വായുഗുളിക മേടിക്കാൻ പോയതിന് നമ്മളെന്തിന് ഇമോഷണൽ ആവണം? എവിടെയെങ്കിലും പോയി തൊലയട്ടെ മാരണങ്ങൾ. എപ്പോഴും മനുഷ്യനായി ഇങ്ങനെ നിൽക്കണമെന്നില്ല. ഇടയ്ക്കൊക്കെ ഒരു റോബോട്ടിനെ പോലെ പെരുമാറാം. ഈശ്വര ഭഗവാനെ അവന് നല്ലത് മാത്രം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ച് ശാന്തിയാവാം. ഓവർഡോസ് ഓൺ എംപത്തി. ചിലരുണ്ടല്ലേ, നിങ്ങളെ കണ്ട അപ്പം തന്നെ അവരുടെ വെള്ളയിൽ കറുപ്പ് പുള്ളിയുള്ള പൂച്ച വേറെ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയ കഥ മുതൽ അവരുടെ ഭാര്യയോ ഭർത്താവോ എവിടെയോ ടൂറ് പോയപ്പോൾ മേടിച്ച സ്പ്രേക്ക് മണം പോരാന്ന് വരെയുള്ള ചോട്ട കാര്യങ്ങൾ ഒരു കാര്യമില്ലാതെ നിങ്ങളോട് വിളമ്പുന്നവർ. അവരോട് ക്ഷമിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അവരുടെയൊക്കെ ജീവിതത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കഥയൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന്. എന്നിട്ടും എല്ലാ വട്ടം നിങ്ങളെ കാണുമ്പോഴും ഇതെല്ലാം പറയുന്നവരുടെ അവസ്ഥ എന്താണ് എന്ന് ഇന്ന് മുതൽ നിങ്ങൾ ആലോചിക്കണം. അവർക്ക് വേറെ ആരോടും ഇതൊക്കെ ഒന്നും പറയാനില്ല. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ ആരോടെങ്കിലും പറഞ്ഞാൽ മുഖം എടുത്ത് ചുവരിൽ ഉരയ്ക്കും എന്ന് വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എമ്പതി അങ്ങോട്ടെടുത്ത് വീശുക, സഹതപിക്കുക അവരോട്. ഒരു 10 സെക്കൻഡ് ആ കഥ കേട്ട് ആണോ സാരില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുക. അവരുടെ മുഖത്തെ പൊട്ടിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കി മനസ്സ് വേറെ എവിടേക്കോ കൊണ്ടുപോയി ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഭയങ്കര പാട് തന്നെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് സ്ഥലം വിടുക. ഒന്നും പേഴ്സണലായിട്ട് എടുക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നേരത്തേക്ക് ഒരു റോബോട്ടാവുക, വിട്ടുകളയുക. ഇൻവെൻ്റ് എ ഫേക്ക് ഇന്നർ പീസ്. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ വാഴയൊന്നും വെട്ടണ്ട, ബട്ട് പുര കത്തുമ്പോൾ അതങ്ങോട്ട് കണ്ട് ആസ്വദിക്കുക. ആഹാ തീയൊക്കെ കൊള്ളാലോ എന്നൊരു ലൈൻ. നിങ്ങളങ്ങ് ചൈനയിൽ നിന്ന് വന്ന കുംഫൊക്കെ അറിയാവുന്ന ഒരു ഷോലിൻ സന്യാസിയാണെന്ന് അങ്ങോട്ട് സ്വയം കരുതുക, ഒരു ടൂറിസ്റ്റിനെ പോലെ. കൂപ്പ് കുത്താറായ നിങ്ങളുടെ കമ്പനി ഇനി നിങ്ങളായിട്ട് നേരെയാവാൻ പോണില്ല. നിങ്ങൾ നിങ്ങളുടെ പണി മാത്രം എടുക്കുക. ആ എനർജി എടുത്ത് സമയമുണ്ടെങ്കിൽ വേറെ വല്ല ജോലി നോക്കുക. ടേൺ എവറി ഇൻസൾട്ട് ഇൻ ടു കോംപ്ലിമെൻറ്റ്. നിങ്ങളെ മാനേജർ മണ്ടനെന്ന് വിളിച്ചോ? മടീനെന്ന് കളിയാക്കിയോ? എന്താ കാര്യം എന്ന് മനസ്സിലായില്ല അല്ലേ? നിങ്ങളുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുകയാണ് അവർ. അതൊന്നും ആലോചിച്ച് ഉറക്കം കളയേണ്ട ആവശ്യമില്ല നമുക്ക്. അവർ ആക്ച്വലി നിങ്ങളോടുള്ള അസൂയ കാരണം നിങ്ങളെ താഴ്ത്തി കിട്ടാൻ നോക്കുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് വിചാരിച്ചാൽ കൂടി ഒരു മണ്ടനോ മടിയനോ ആവാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നല്ല, എന്ത് ചീത്ത പറഞ്ഞാലും അതെല്ലാം ഒരു റിവേഴ്സ് സൈക്കോളജി വെച്ച് നല്ലതായി ഭവിക്കാൻ പഠിക്കണം. ഇറ്റ്സ് നോട്ട് എ ഡെല്യൂഷൻ, ഇറ്റ്സ് എ സ്ട്രാറ്റജി. ബിക്കം ദ വില്ലൻ. എരുതിയിൽ എണ്ണ ഒഴിക്കുക, നന്നായി ഒഴിക്കുക. നന്നായി നടന്നിട്ട് എന്ത് കിട്ടി? അതുകൊണ്ട് ബാറ്റ്മാനിലെ വില്ലനെ പോലെ ഒരു ഹീറോയിക് വില്ലനാവുക. ഒരു കോവർക്കർ ഇല്ലേ, എന്ത് പറഞ്ഞാലും കംപ്ലൈൻറ്റ്. ഒരു നല്ല കാര്യം അവൻ്റെയോ അവളുടെയോ വായിൽ നിന്ന് വന്നിട്ടില്ല ഇതുവരെ. ഇനി കണ്ടാൽ പറ നമ്മുടെ വൈഫൈ സ്പീഡ് പോയിന്ന്. ഒന്നുകൂടെ കലി കയറട്ടെ, ടെമ്പർ തെറ്റി തല കൊണ്ടുപോയി ഡെസ്കിലടിക്കട്ടെ, ടോയ്ലറ്റ് ആരോ വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോഫി മെഷീൻ പൊളിഞ്ഞു പോയി എന്നൊക്കെ അടിച്ചു വിടുക. എല്ലാം കത്തട്ടെ. റിയലൈസ് എവ്രി വൺ ഈസ് ടെറിബിൾ ഇൻക്ലൂഡിങ് യു. എല്ലാവരും നെഗറ്റീവാണ്. ഇത് നമ്മൾ മാത്രം നേരെ നടന്നിട്ട് എല്ലാം ശരിയാക്കി കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ നെഗറ്റീവോളികളുടെ ലോകത്ത് ഒരു നെഗറ്റീവ് ഡോൺ ആവുക. ആൾക്കാർ സെൽഫിഷാണ്, ഇറിറ്റേറ്റിംഗ് ആണ്, ഇറസ്പോൺസിബിളാണ്. ഇങ്ങനെയൊക്കെ നേരത്തെ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചാൽ പിന്നെ ഒന്നിനും നമ്മളെ സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റില്ല. ഞാനിതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു എന്നൊരു ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ നിൽക്കാം. സ്റ്റോപ്പ് ലിസണിങ്. ചിലവന്മാരുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറയാനുണ്ടെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞിട്ട് പോവില്ല. കാട് കയറി പോവലാണ് പിന്നെ ഒരു അരമണിക്കൂർ. ചില വലകൾ കാരണം അതിട്ടിട്ട് പോകാനും പറ്റില്ല അല്ലേ? നമുക്ക് വേണ്ട കാര്യം കിട്ടിയെന്ന് തോന്നിയാൽ പിന്നെ നേരെ സോൺ ഔട്ട് ആവുക. ഒരു ബീച്ചിൽ നിങ്ങളിങ്ങനെ ഒരു പട്ടിക്കുട്ടിയൊക്കെ കളിപ്പിച്ച് നടക്കുന്നതൊക്കെ ആലോചിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നല്ല മഴ പെയ്യുമ്പോൾ ഒരു ചേമ്പിൻ്റെ ഇലയൊക്കെ തലയിൽ വെച്ച് ഇങ്ങനെ പറമ്പിൽ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകണം.
അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിരിയൊക്കെ വന്ന് അത് മുഖത്തോട്ട് കയറി നിങ്ങൾക്കവിടെ നോർമലായി ആ അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതൊക്കെ എല്ലായിടത്തും പ്രായോഗികമാക്കണം എന്നല്ല. നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ഇടേണ്ട സന്ദർഭങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെക്കാൾ വലിയ ദുഷ്മൻ വേറെ ആരുമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിന്നാൽ ഈ ഡ്രാമ ഒന്നും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ കൂടെ കൂട്ടില്ല. വൈകുന്നേരം നല്ല ഹാപ്പിയായി മക്കളോടോ ഭാര്യയോടോ ഒക്കെ ഒപ്പം കമ്പനി അടിച്ച് സുഖമായിരിക്കാം, സുഖമായി ഉറങ്ങാം.